ഈശോയിലേറെ സ്നേഹമുള്ളവരെ, നല്ല നിലത്ത് വീണ വിത്ത് 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. നല്ല നിലത്ത് വീണതുകൊണ്ട് മാത്രം നന്മയുടെ ഫലം ഉണ്ടാവണമെന്നില്ല. അവിടെ കളയ്ക്കും വളരുവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഈ കളയും വിളയും തമ്മിൽ കണ്ടാൽ തിരിച്ചറിയണമെന്നുമില്ല. രണ്ടും കാഴ്ചയിൽ ഒരുപോലെ തന്നെയാണ്. സഭ നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാമൊക്കെ ആയിരിക്കുന്ന വിശ്വാസ മേഖലയിലൊക്കെ നന്മ മാത്രം സ്വീകരിക്കുവാനായിട്ട് നമ്മൾക്ക് പക്വതയുണ്ടാവണമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിത മേഖലയിലൊക്കെ നന്മയുടെ ആവരണമുള്ള വിശ്വാസമാണെന്ന് കരുതിപ്പിക്കുന്ന പല വ്യക്തികളും പ്രസ്ഥാനങ്ങളും ചിന്താഗതികളുമൊക്കെ കടന്നു വരാം. നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള വ്യക്തി താല്പര്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ നന്മയുടെ ഫലം പുറപ്പെടുവിക്കുന്നതാണോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. സ്നേഹമുള്ളവരെ, പലപ്പോഴും നന്മയുടെ ഒരു ആവരണവുമായിട്ടാണ് തിന്മ കടന്നു വരിക. പ്രത്യക്ഷമായിട്ട് നോക്കുമ്പോൾ അത് വലിയ നന്മ തന്നെയായിരിക്കാം. ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഓരോരുത്തരുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെയൊക്കെ വരവിൻ്റെ പിന്നിലെ വ്യക്തി താല്പര്യങ്ങൾ തിരിച്ചറിയുവാനായിട്ടും എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നവയൊന്നും എൻ്റെ കൂടെ ഉണ്ടാവാതിരിക്കുവാനായിട്ടും ഇന്ന് തീരുമാനമെടുക്കണം. കള പറിച്ച് കളയുമ്പോൾ സൂക്ഷിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. കള പറിച്ച് കളയുമ്പോൾ ഈ വിളയും നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. പക്വതയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമാകുന്ന വലിയ നന്മയിൽ വചനത്തിൽ വേരൂന്നിക്കൊണ്ട് എല്ലാ തിന്മയുടെ പ്രലോഭനങ്ങളെയും ഉപേക്ഷിക്കുവാനായിട്ടും വ്യക്തിബന്ധങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ, സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ നന്മയുടെ രീതിയിൽ പ്രാർത്ഥനാപൂർവ്വം ക്രിസ്തുവിനോട് ആലോചന ചോദിച്ച് ആത്മാവിൻ്റെ നിറവിൽ അവയെ തിരുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രഹസനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രഘോഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ എൻ്റെ വിശ്വാസത്തെ ഖനിക്കുന്ന ഒന്നുപോലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ പക്വതയിലും പാകതയിലും മുമ്പോട്ട് പോകുവാനായിട്ട് ചില കേൾവികളൊക്കെ സത്യമാണെന്ന് തോന്നിപ്പോകാമായിരിക്കാം. ചില ഭാഷയിലൊക്കെ ഒരുപാട് നന്മയുണ്ട് തോന്നിപ്പോകാമായിരിക്കാം. അവിടെയൊക്കെ വിശ്വാസ പാരമ്പര്യങ്ങൾ നഷ്ടമാകുന്ന എന്തെങ്കിലും കടന്നു വരുമ്പോൾ അതിനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തീയ മൂല്യം നഷ്ടമാകുന്ന ഒന്നിനെയും ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ, ഭവനത്തിലേക്ക് അയറ്റുവാൻ അനുവദിക്കാതെ നന്മയുടെ പാതയിലേക്ക് പോകാം. കളയും വിളയും ഒരുപോലെ വളരുന്നുണ്ട്. അവയെ തിരിച്ചറിയുവാനുള്ള പക്വതയ്ക്കും പാകതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഒരുപാട് വ്യക്തികൾ കടന്നു വരാം, പ്രത്യേക ശാസ്ത്രങ്ങൾ കടന്നു വരാം, എല്ലാത്തിനും കാരണം അന്വേഷിച്ചു പോകുന്ന ജീവിതങ്ങളുമൊക്കെ ഉണ്ടായിരിക്കാം. അവിടെയെല്ലാം മക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, കടന്നു പോകുന്ന വഴിത്താരയിലെ അപകടങ്ങളെ മറികടന്നു പോകാനായിട്ട്, കണ്ടുമുട്ടുന്ന ജീവിതയിടങ്ങളിലൊക്കെ നന്മ മാത്രം എന്നും ഉണ്ടാകുവാനായിട്ട്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസവും വിശുദ്ധിയും കൊടുത്തുകൊണ്ട് എന്നും നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാം. നല്ല നിലത്ത് വീണ വിത്ത് നന്മയുടെ ഫലം മാത്രം പുറപ്പെടുവിക്കട്ടെ. നല്ല കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം നാം എല്ലാവരും നന്മയാവണമെന്നില്ല. ദൈവാലയത്തിൽ പോയത് കൊണ്ട് വിശുദ്ധരാകണമെന്നുമില്ല. ആയിരിക്കുന്ന ഇടങ്ങളെ പവിത്രമാക്കിക്കൊണ്ട് കളകൾ വരാൻ സാധ്യതയുള്ള ഇടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോകുവാനായിട്ട് അവിടെ പ്രാർത്ഥന അരൂപിയിൽ എല്ലാ തിന്മയിൽ നിന്നും മാറുവാൻ നമ്മളെ തന്നെ പവിത്രമാക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.